ഗൈസ്, ബുർജിയിൽ കാണാത്തതായിട്ട് ആരും ഉണ്ടാകത്തില്ല. പക്ഷെ എങ്ങനെയാണ് ഈ കൂറ്റൻ കെട്ടിടം മരുഭൂമിയിലെ അതിശക്തമായ കാറ്റിൽ പിടിച്ചു നിൽക്കുന്നത്? ആദ്യം തന്നെ ഇതിന്റെ ഫൗണ്ടേഷനിൽ നിന്ന് തുടങ്ങാം. 40 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയുമുള്ള 200ഓളം പൈൽസും 4 മീറ്റർ കനത്തില് റാഫ്റ്റ് ഫൗണ്ടേഷനുമാണ് ബുർജ് ഖലീഫയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പൈൽസ് കൊടുക്കുന്നത് കൊണ്ട് ബിൽഡിങ്ങിന് 100 കിലോമീറ്റർ വേഗതയിലുള്ള അതിശക്തമായ കാറ്റിൽ നിന്നും സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ പൈൽസിൽ ഭൂമിയിലുള്ള കടൽവെള്ളം കാരണം ഉണ്ടാകുന്ന കൊറോഷൻ തടയാൻ 24/7 ഇതിൽ കറണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നടക്കുന്ന പ്രോസസ് ഇലക്ട്രോളിസിസ് ആണ്. ഈ ഫൗണ്ടേഷൻ ബിൽഡിംഗിന്റെ ഭാരം 50 മീറ്റർ താഴെയുള്ള ഹാർഡ് റോക്കിലോട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു. ഫൗണ്ടേഷൻ കൂടാതെ ബിൽഡിംഗിന്റെ ഡിസൈനും കാറ്റിനെ നേരിടുന്നതിൽ ഒരു വലിയ ഭാഗം വഹിക്കുന്നുണ്ട്. ഒരു സാധാരണ സ്കൈ സ്ക്രാപ്പർ കാറ്റടിക്കുമ്പോൾ അതിന്റെ മറുവശത്ത് ഒരു വെർട്ടെക്സ് ഉണ്ടാകുന്നു. ഈ വെർട്ടെക്സ് കാരണത്താൽ ആ ബിൽഡിംഗ് സൈഡ് ബൈ സൈഡ് കുലുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിലാണ് ബുർജുൻ ഡിസൈൻ വളരെ ഉപകാരപ്പെടുന്നത്. ബുർജുവിന്റെ വൈ ഷേപ്പ് ഡിസൈനും ഉയരം കൂടുന്തോറും കനം കുറയുന്നതും ഡിഫറെന്റ് സൈസിലെ ക്രോസ് സെക്ഷനും ഇതിനെ അതിശക്തമായ കാറ്റിന്റെ സ്വാധീനത്തിൽ നിന്നും ഒഴിവാക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈനെ തന്നെ പറയുന്നത് കൺഫ്യൂസിംഗ് ദ വിൻസ് എന്നാണ്. മുമ്പുണ്ടായ 247 km/h കാറ്റിൽ ബുർജ് ഖലീഫയ്ക്ക് 2 മീറ്റർ ഷിഫ്റ്റ് ആണ് ഉണ്ടായത്. ഇനിയും ഇങ്ങനത്തെ സിവിൽ റിലേറ്റഡ് കണ്ടന്റ്സ് കിട്ടാൻ ഫോളോ ചെയ്യുക. അപ്പോഴേക്കും ബൈ.